ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ അമാവാസിയാണ്. അമാവാസി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന്, അതായത് ഫെബ്രുവരി 16 തിങ്കളാഴ്ച വൈകിട്ട് 5:34 തിഥി അവസാനിക്കുന്നത് നാളെ ചൊവ്വാഴ്ച ഫെബ്രുവരി 17 വൈകിട്ട് 5:34 അതുകൊണ്ട് തന്നെ നമുക്ക് അമാവാസി തിഥിയിൽ ചെയ്യുന്ന ചില പരിഹാരങ്ങൾ ഇന്ന് ചെയ്യാം. ബലിയിടുന്നവരും പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെ നാളെയും രാവിലെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുൻപായി സൂര്യഗ്രഹണത്തോടു കൂടി വന്നിരിക്കുന്ന ഒരു അമാവാസിയാണിത്. പക്ഷേ ഇന്ത്യയിൽ സൂര്യഗ്രഹണം വിസിബിൾ അല്ലാത്തതുകൊണ്ടും സൂതകാലം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. സാധാരണ ഗ്രഹണ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഇവിടെ നമുക്ക് ബാധകമേ ഇല്ല. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ, കുഞ്ഞു കുട്ടികൾ, അതായത് ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞു കുട്ടികളുടെ അമ്മമാരും അവരുടെ മക്കളെയൊക്കെ ഒന്ന് ആ സമയത്ത് വെളിയിലിറക്കാനോ അതേപോലെ വെയിൽ കൊള്ളിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രവുമല്ല, ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ഫുഡ് കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതുമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഗ്രഹണ സമയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ ദൃശ്യമാണ്. അപ്പം നിങ്ങളുടെ അറിവിലോട്ടായിട്ട് എപ്പോഴാണ് ആ ഒരു സമയം, അതായത് സൂര്യഗ്രഹണ സമയം നാളെ എപ്പോഴാണ് വരുന്നത് എന്ന് ഞാനൊന്ന് പറയാം. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച വൈകിട്ട് 3:26 ആരംഭിച്ച് 7:57 അവസാനിക്കുന്നത്. അതിൻ്റെ ആ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് 5:15 മുതൽ 6:15 വരെയുള്ള 1 മണിക്കൂർ സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിൽ വിസിബിൾ അല്ലാത്തതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, എന്നാലും അറിവിലോട്ടായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു അമാവാസി തിഥിയിൽ ചെയ്യേണ്ടത്? അമാവാസി വരുന്ന ദിവസം നമ്മൾ ആലിൻ്റെ വേര് പറിച്ച് പച്ചരിയിൽ വെക്കുന്ന ഒരു പരിഹാരം ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് തിങ്കളാഴ്ച ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്നതാണ്. തിങ്കളാഴ്ച 5:30 മുതലാണ് നമുക്ക് അമാവാസി തിഥി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 5:30ക്കും 6:00നും ഇടയ്ക്കുള്ള സമയത്ത് ആലിൻ്റെ വേര് പറിച്ചെടുത്തത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനായിട്ട് ശ്രമിക്കണം. 6 മണിക്ക് ശേഷം പിന്നെ ഇത് ചെയ്യരുത്. പിന്നെ ചൊവ്വാഴ്ചയാണ്, അന്ന് നമുക്ക് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അതേപോലെ തന്നെ മുടി വെട്ടുക, നഖം വെട്ടുക, ഇതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾ അന്നത്തെ ദിവസം ഒഴിവാക്കണം. അതേപോലെ നമുക്ക് ഐശ്വര്യം തരുന്ന മറ്റൊന്നാണ് അന്നദാനം ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് പിതൃക്കളുടെ അനുഗ്രഹത്തിന് അന്നത്തെ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ വഴിയരികിൽ ആരെയെങ്കിലും കണ്ടാൽ അവർക്ക് ഒരു കുപ്പി വെള്ളവും അവരുടെ വിശപ്പടക്കാനുള്ള ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അമാവാസി പോലെയുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നത് നമുക്ക് വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ നാളെ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി എത്ര വലിയ കടമുണ്ടെങ്കിലും ആ ഒരു കടം തീർന്ന് നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ, നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് കളയാനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളിൽ ആദ്യം പറയുന്നത്, അതായത് നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് നമുക്ക് ഇന്ന് സന്ധ്യയ്ക്കും ചെയ്യാം, നാളെയും ചെയ്യാം. കാരണം നാളെ സൂര്യഗ്രഹണം കൂടിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു ദോഷങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മളെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെയും ഇത് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നും നാളെയും വീട് തുടയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് കല്ലിട്ട വെള്ളം കൊണ്ട് തുടയ്ക്കുക. ഒരു 1-2 ഉപ്പുകല്ല്, ഉപ്പുപൊടിയേക്കാൾ ഏറ്റവും നല്ലത് ഉപ്പ് കല്ലാണ്. അപ്പോൾ 1-2 ഉപ്പ് കല്ലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് വീട് ഫ്ലോറ് കംപ്ലീറ്റ് നമ്മൾ തുടയ്ക്കണം. ഇന്നും നാളെയും നമ്മൾ കുളിക്കുന്ന ജലത്തിൽ ഉപ്പ് വെള്ളം ആഡ് ചെയ്ത് വേണം കുളിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇന്നും നാളെയും നമ്മൾ വീട്ടിൽ നാരങ്ങ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഒരു നാരങ്ങ എടുത്തിട്ട് അത് മുറിച്ച് അതിൻ്റെ പകുതി
നമ്മൾ 1 കപ്പ് വെള്ളത്തിലോട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൊണ്ട് വീട് മുഴുവൻ നമുക്ക് സ്പ്രേ ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് കോർണറുകൾ, അതായത് നമ്മുടെ കതകിൻ്റെ പുറക്, വീടിൻ്റെ 4 മൂലകളുണ്ടല്ലോ, ഓരോ മുറിക്കും നമുക്ക് ഓരോ മൂലകളുണ്ട്. അപ്പം ആ ഓരോ മൂലകളിലും നമുക്ക് സ്പ്രേ ചെയ്യാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ഒരു ഇല എടുത്തിട്ട് അത് മുക്കി നമുക്ക് വീട് മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്ത് വിട്ടാൽ മതിയാവും. ഇതും നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിന്ന് മാറാനായിട്ടാണ്. അതിൽ നിന്ന് മുറിച്ച് ആ പകുതി നാരങ്ങ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആ നാരങ്ങ സ്ക്യൂസ് ചെയ്തെടുത്തിട്ട് നമുക്ക് വീട് മുഴുവൻ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പം ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ വീട് മുഴുവൻ കല്ലുപ്പ് കൊണ്ട് തുടച്ചതിന് ശേഷം വേണം നാരങ്ങ നീര് കൊണ്ട് നമ്മുടെ വീട് മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തിങ്കൾ ചൊവ്വ നമ്മൾ കല്ലുപ്പിട്ട് കുളിച്ചിട്ട് ബുധനാഴ്ച രാവിലെ നമ്മൾ മഞ്ഞൾപ്പൊടി, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ 3 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് തന്നെ നമ്മളിത് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അടുത്ത കാര്യം, നമ്മുടെ കടം. നമ്മളിപ്പം എത്ര വലിയ കടത്തിൽപ്പെട്ട് ഉഴലുന്നവരാണെങ്കിലും ആ ഒരു കടം തീരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. ഇനി കടം അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം, അതിനായി നമുക്ക് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലിരിക്കുക. അപ്പോൾ പൂജാമുറി കിഴക്ക് ഫേസിങ് ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ മതിയാകും. ഇപ്പം ചിലവരുടെ പൂജാമുറി പടിഞ്ഞാറ് ഫേസ് ചെയ്തായിരിക്കും. അങ്ങനെയുള്ളവർ കിഴക്കോട്ട് അഭിമുഖമായിട്ട്, അതായത് നമ്മൾ കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നത് പോലെ ഇരിക്കണം. ഇരുന്നതിന് ശേഷം നമുക്ക് മുൻപിലായിട്ട് ഒരു പേപ്പർ, A4 ഷീറ്റ് പേപ്പർ, അതായത് വൈറ്റ് കളറിലെ ഒരു പേപ്പർ വേണം. ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. അതിന് മുകളിലായിട്ട് കല്ലുപ്പ്, ഒരു പിടി കല്ലുപ്പ് നമ്മൾ വെക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചാൽ മതി കല്ലുപ്പ്. അതിന് മുകളിലായിട്ട് ഒരു മൺവിളക്ക് വെക്കുക. മൺവിളക്കിനുള്ളിൽ നമ്മൾ ആദ്യം തന്നെ ശർക്കരയുടെ ഒരു കഷ്ണം, ഒരു പീസ് മതി, ശർക്കര പൊടി എടുക്കരുത്, ഒരു കുഞ്ഞ് ശർക്കരയുടെ ഒരു പീസ് മുറിച്ചിടുക. അതിലോട്ട് 2 ഗ്രാമ്പുവും കൂടി ഇട്ടിട്ട് നമ്മുടെ നല്ലെണ്ണ, കുറച്ച് നല്ലെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് തിരിയുമിട്ട് കിഴക്കോട്ട് അത് അഭിമുഖമായി കത്തുന്ന രീതിയിൽ ദീപം കൊളുത്തുക. ദീപം കൊളുത്തിയതിന് ശേഷം അതിന് മുൻപിലിരുന്ന് നമ്മൾ ഹനുമാൻ സ്വാമിയോടും ശിവഭഗവാനോടും അതേപോലെ തന്നെ പാർവതീ ദേവിയോടും പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇന്ന് രാത്രിയാണ് നമുക്ക് മുഴുവനായിട്ടും അമാവാസി ഉള്ളത്. നാളെ സന്ധ്യയ്ക്ക് 5:30 വരെയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നാളെ ചെയ്താലും കുഴപ്പമില്ല. ഇതിന് ചെയ്യാൻ ഇന്ന സമയം എന്നൊന്നുമില്ല. നമുക്ക് അമാവാസി തിഥി തുടങ്ങി അമാവാസി തിഥി തീരുന്നതിന് മുൻപായിട്ടുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശിവഭഗവാനോടും പാർവതീദേവിയോടും നമ്മുടെ കടം, ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ കടമുള്ളത് ആ കടം എനിക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് തരണമെന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയോടും എത്രയും പെട്ടെന്ന് എൻ്റെ കടം തീർത്ത് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ ഉള്ളത് ആ ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് മന്ത്രങ്ങളൊന്നും ഉച്ചരിക്കേണ്ടുന്ന ആവശ്യമില്ല. അവിടെ ഇരുന്ന് മനക്കണ്ണിൽ 3 പേരെയും നമ്മൾ കണ്ട് തൊഴുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ആ ദീപം അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ. എണ്ണ കംപ്ലീറ്റ് ആയിട്ട് കത്തി തീരണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ കത്താനുള്ള എണ്ണ നമ്മൾ ആ ദീപത്തിനുള്ളിൽ ഒഴിച്ചാൽ മതിയാവും. അതിനുശേഷം ദീപം അണഞ്ഞ ശേഷം അത് അവിടുന്ന് അനക്കേണ്ട, അവിടെ ഇരുന്നോട്ടെ. പിറ്റേ ദിവസം, ഇപ്പം നിങ്ങൾ തിങ്കളാഴ്ചയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാഴ്ച കളയരുത്, കാരണം അന്ന് അമാവാസിയാണല്ലോ. തിങ്കളാഴ്ച ഇത് ചെയ്യുന്നവരാണെങ്കിലും ചൊവ്വാഴ്ചയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിലും അവർ ബുധനാഴ്ച ദിവസം, സാധാരണ നിങ്ങൾ പൂക്കളൊക്കെ എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ കളഞ്ഞാൽ മതിയാവും. വീടിനടുത്ത് ഒഴുകുന്ന നദിയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവിടെ കൊണ്ട്, അതായത് ആ പേപ്പറോടുകൂടി അത് ചുരുട്ടി, മൺവിളക്കും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ആ പേപ്പറ്, ഉപ്പ്, അതേപോലെ തന്നെ മൺവിളക്കാണല്ലോ അതിനുള്ള, അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച്
കൂട്ടി നമ്മൾ എടുത്ത് കൊണ്ടുപോയി എവിടെയാണോ നിങ്ങൾ സാധാരണയായി പൂക്കളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് അതേപോലെ ഡിസ്പോസ് ചെയ്താൽ മതിയാവും. ഇതുവഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കുംഭമാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവനും പാർവതീദേവിക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഇത് ചെയ്താൽ അതിൻ്റെ ഫലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. അതേപോലെ കറുത്ത വാവാണ്. കറുത്ത വാവിന് ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ലക്ഷ്മി ദേവിക്ക് മുൻപിൽ നെയ്ദീപം കൊളുത്തി വെച്ച് അമ്മയുടെ അഷ്ടോത്തരമോ ബീജമന്ത്രമായ ശ്രീമോ ചൊല്ലി പൂക്കൾ കൊണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ എന്താണോ അവ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്ത് പാല് നിവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ, വീടിനടുത്ത് ആൽമരമുള്ളവരൊക്കെ ആൽമരത്തിന് ജലം സമർപ്പിച്ച് ആൽമരത്തിന് ചുവട്ടിൽ നമ്മൾ നല്ലെണ്ണ കൊണ്ട് ദീപം കൊളുത്തി വെച്ച് ആൽമരത്തെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ശനി ദോഷ ശാന്തിക്കും പിതൃക്കന്മാരുടെ അനുഗ്രഹത്തിനുമൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്യണം. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.